ഹായ് ഓൾ, ഡോക്ടർ ജ്യോതിയാണ്, JDS ഹോമിയോ കെയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫുഡ് അലർജിയെക്കുറിച്ചാണ്. ഫുഡ് അലർജി എന്ന് പറയുമ്പോൾ പല ആളുകളും വന്നിട്ട് പറയാം, ഡോക്ടർ എനിക്ക് ചെമ്മീൻ കഴിക്കാൻ വയ്യ, ചെമ്മീൻ കഴിച്ച് കഴിഞ്ഞാൽ അന്നേരം എനിക്ക് വയറിളക്കം ഉണ്ടാവും, അല്ലെങ്കിൽ ചുണ്ട് ചൊറിഞ്ഞ് തടിക്കാറുണ്ട്, അല്ലെങ്കിൽ കണ്ണിന് ചൊറിച്ചിൽ വരാറുണ്ട്, ദേഹത്ത് കൊതുക് കടിച്ച പോലുള്ള പാടുകൾ, അർട്ടിക്കേരിയ അല്ലെങ്കിൽ ഹൈവ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്, അതും അല്ലെങ്കിൽ ചില സമയത്ത് ചെറിയ കുരുക്കൾ ഉണ്ടാവാറുണ്ട് എന്ന് പറയാറുണ്ട്. ഇതാണ് ഫുഡ് അലർജി എന്ന് പറയുന്നത്. ഫുഡ് അലർജി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫുഡിലുള്ള ചില പ്രോട്ടീൻസിനെ അലർജനാണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഓവർ റിയാക്ട് ചെയ്യുന്നത്, അവിടെ ഒരു ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ ഉണ്ടാവും. ഈ ഫുഡ് അലർജി പലവിധ വസ്തുക്കളോട് കണ്ടുവരാറുണ്ട്. ചെമ്മീൻ, കടുക്ക, ഞണ്ട് പോലെയുള്ള തോടുള്ള ഭക്ഷണങ്ങളോട്, അതുപോലെ തന്നെ ചില വെജിറ്റബിൾസിനോട്, അതായത് വഴുതനി പോലെയുള്ള ചില വെജിറ്റബിൾസിനോട്, അതും അല്ലെങ്കിൽ പീനട്ട് ബട്ടർ, സോയാബീൻ, ഗ്ലൂട്ടൻ അടങ്ങിയ ഫുഡ്, അതും അല്ലെങ്കിൽ മിൽക്ക്, പാല്, മുട്ട, ചില സമയത്ത് ബീഫ്, ചിക്കൻ, മട്ടൺ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളോട് അലർജി കാണപ്പെടാറുണ്ട്. ഇത് മൈൽഡ് ഫോമുണ്ട്, സിവിയർ ഫോമുണ്ട്. മൈൽഡ് ഫോം എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിലുള്ള ചൊറിഞ്ഞു തടിക്കലുകൾ, കുരുക്കൾ ഉണ്ടാവുക, ഇതൊക്കെ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് മരുന്നെടുത്ത് കുറച്ച് കാലം സ്ഥിരമായിട്ട് മരുന്നെടുത്ത് ഇതിനെ നിയന്ത്രണ വിധേയമാക്കാം. പക്ഷേ സിവിയർ ഫോമിലുള്ള കണ്ടീഷനിൽ ഇതിൽ അനാഫിലാറ്റിക് റിയാക്ഷൻ ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് ആൻജിയോഡിമ, അതായത് ശരീരം മുഴുവൻ വീങ്ങിത്തടിക്കുക, ശ്വാസതടസ്സം ഉണ്ടാവുക, നല്ല പോലെ വോമിറ്റിങ്ങും ഡയറിയയും അബ്ഡോമിനൽ ക്രാംസും ഒക്കെ ഉണ്ടാവുക, ബോധക്ഷയം ഉണ്ടാവുക. ഇങ്ങനെയുള്ള കണ്ടീഷൻ നമ്മൾ ഇതൊരു എമർജൻസി കണ്ടീഷനാണ്, എത്രയും പെട്ടെന്ന് മെഡിക്കൽ ഇൻ്റർവെൻഷൻ ചെയ്യണം, എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം, ഡോക്ടറെ സമീപിക്കേണ്ടതാണ്.